ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുക, ഇതിൻ്റെ വാല്യൂ കണ്ടെത്തുക. ഈ ക്വസ്റ്റ്യൻ്റെ മാർക്ക് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന എല്ലാം തന്നെ മിക്സഡ് ഫ്രാക്ഷൻ മിശ്ര ഭിന്നത്തിൻ്റെ ഫോമിലാണ്. അപ്പോൾ നമ്മളിത് 2 മെത്തേഡിൽ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ വളരെ സിമ്പിളാണ്. സെക്കൻഡ് മെത്തേഡിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ഇംപ്രോപ്പർ ഫ്രാക്ഷനെ, അതായത് മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ആക്കി മാറ്റി കാൽക്കുലേഷൻ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യുക. നമുക്ക് 2 മെത്തേഡും നോക്കാം. ഹായ് ഓൾ, ദിസ് ഈസ് മീര. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ HighSchoolMaths PSC. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് PSC ഡിവിഷണൽ അക്കൗണ്ടന്റ് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൽ ചോദിച്ചിട്ടുള്ളൊരു കണക്ക് ചോദ്യമാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൽ മാത്സ് ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ പ്രിലിമിനറി എക്സാംസിൻ്റെ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. അപ്പോൾ ഈ ഒരു തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് ഇവിടെ ഒരു മൈനസ് സിമ്പൽ ഉണ്ട്. അതായത് ഈ ഒരു എക്സ്പ്രഷനകത്ത് ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, പ്ലസും മൈനസും വെച്ചാണ് നമ്മളത് കണ്ടെത്തുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക 27 2/3. അപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് നോക്കാം. ഇതിനകത്ത് ആദ്യം കിടക്കുന്ന എന്താണ് 27 2/3, അത് അതുപോലെ കൊടുത്തു. ബ്രാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇൻറ്റു കൊടുത്തു, മൾട്ടിപ്ലിക്കേഷനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് 10 3/5 + 5 2/15 ഞാൻ ചെയ്യുന്നത് ഇവിടെ 2 മിക്സഡ് ഫ്രാക്ഷൻ ആഡ് ചെയ്യാൻ പറയുമ്പം ഫസ്റ്റ് ഞാൻ ഈ 10ഉം 5ഉം കൂടെ ആഡ് ചെയ്തു, 15 കൊടുത്തു. ഇനി എന്താണുള്ളത്, ഫ്രാക്ഷണൽ പാർട്ടുണ്ട് 3/5 + 2/15. ഈ ഫ്രാക്ഷൻസ് എടുത്തു. അപ്പോൾ 15ലേക്ക് ഈ 5നെ മാറ്റണമെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യും. ആൻസറിൽ ഡിനോമിനേറ്റർ 15 വരും. 3 3s are 9 ആണ്. 9 + 2 11 വന്നു. അപ്പോൾ ഇവിടെ ആൻസർ എന്ത് വന്നു 11/15. അപ്പോൾ ഈ ഫസ്റ്റ് ടൈം എങ്ങനെ മാറി 27 2/3 ഉണ്ട് ഇൻറ്റു ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് 15 11/15 ആക്കി. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ടേം നോക്കാം. നമ്മൾ ഇതുമായിട്ട് ചെയ്യുന്ന കാൽക്കുലേഷൻ എല്ലാം തന്നെ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ കാണിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടേം. ഇനി ഇവിടെ ഞാൻ ഈ മൈനസ് കൊടുത്തു. ഇനി സെക്കൻഡ് ടൈമിൽ ഇവിടെ 12 2/3 ഉണ്ട്, അതുപോലെ കൊടുത്തു. ഇനി ഇവിടെ എന്താണ് ചെയ്യുക, 7 8 കൂടെ ആഡ് ചെയ്യും. 7 8 കൂടെ ആഡ് ചെയ്യുമ്പോൾ 15 വന്നു. ഇനിയുള്ളത് 2/5 + 1/3. ഇവിടെ നോക്കി 5ഉം 3ഉം ഇതിനെ രണ്ടിനെ നമുക്ക് എന്താണ് 15ലേക്ക് മാറ്റാമല്ലോ. ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററിനെ ഇതേ സെയിം നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. 3 2s are 6 വന്നു. 5 × 1 5 വന്നു. 6 + 5 11 ആണ്. 11/15 വന്നു. അപ്പോൾ ഇവിടെ 11/15. ഇവിടെ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, ബ്രാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ടേം. അപ്പം ഞാനിവിടെ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഇത് മായ്ക്കുന്നത്. നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഈ കാൽക്കുലേഷൻ എല്ലാം നിങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത്. അപ്പം നോക്കിയേ, ഇവിടെ സെക്കൻഡ് ടേം നമുക്ക് ഇങ്ങനെ കിട്ടി. ഈ 2 ടേമിലും കോമൺ ആയിട്ട് എന്തുണ്ട് 15 11/15. ഇവിടെ ഇല്ലേ 15 11/15. അത് ഈ ഒരു എക്സ്പ്രഷനകത്തു നിന്ന് ഞാൻ ഈ 15 11/15 കോമൺ ആയിട്ട് എടുത്തു. ഇനി എന്തുണ്ട് ഈ ഒരു ടേമിൽ ഇത് പോയി കഴിഞ്ഞാൽ 27 2/3 മൈനസ് കൊടുത്തു. ഈ ഒരു ടേമിലെ ഇതാണ് ഞാൻ പുറത്തെടുത്തത്. ഇനിയുള്ളത് എന്താണ് 12 2/3 ഈക്വൽ ടു. ഇവിടെ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്, 27ൽ നിന്ന് 12 മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇവിടെ ഉള്ള 15 11/15 കൊടുത്തു. അത് കഴിഞ്ഞ് ബ്രാക്കറ്റ് എന്ന് പറയുമ്പോൾ ഇൻറ്റു ആണ്. ഇനി ഇതിൻ്റെ കാൽക്കുലേഷൻ നോക്കുവാണെങ്കിൽ 27ൽ നിന്ന് 12 മൈനസ് ചെയ്യണം. 7ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ എത്ര വരും 5 വരും. 2ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 1 വന്നു, 15 വന്നു. 2/3 2/3. ഈ 2/3ൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ 0 അല്ലേ വരത്തുള്ളൂ. അപ്പം നമുക്ക് ഈ ഒരു ടേമിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 15 എന്ന് കിട്ടി. അപ്പം 15 11/15 ഇൻറ്റു 15 എന്ന് തോന്നും. ഇവിടെ വെച്ച് തെറ്റാനൊരു ചാൻസ് ഉള്ളത്. ഇവിടെ വെച്ച് 15ഉം 15ഉം ക്യാൻസൽ ചെയ്താൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. പിന്നെ 15 × 11 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ തെറ്റിപ്പോകും. കാരണം ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഈ മിക്സഡ് ഫ്രാക്ഷൻ എന്താക്കണം, ഇംപ്രോപ്പർ ആക്കി മാറ്റണം. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഡിനോമിനേറ്റർ 15 തന്നെ വരും. ഇനി നമ്മൾ ചെയ്യുന്ന 15 × 15 എത്ര വരും, 15ൻ്റെ സ്ക്വയർ 225 ആണ്. അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ന്യൂമറേറ്റർ ആഡ് ചെയ്യും, 11 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 6 ഇവിടെ 3 2 236 വരും. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്തത് 15 11/15 236/15 അതിൻ്റെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റി ഇൻറ്റു 50. 50 എന്ന് പറഞ്ഞാൽ 15/1. 15ഉം 15ഉം ക്യാൻസൽ ആയല്ലോ. നമ്മുടെ ആൻസർ എന്താണ് 236. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 236 ആണ്. സെക്കൻഡ് മെത്തേഡ്, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും 27 2/3
നമ്മൾ അതിൻ്റെ ഇംപ്രോപ്പറിലേക്ക് മാറ്റുവാണ്. ഡിനോമിനേറ്റർ 3 വരും. 27 × 3 7 × 3 21 വന്നു. 2 ഉണ്ട് റിമൈൻഡർ. 3 × 2 6 + 2 8 വന്നു. 81 81 + 2 83 വന്നു. ഇനി ഇവിടെ നോക്കിയേ 10 3/5 എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ 5 വന്നു. 10 × 5 50 + 3 53 വന്നു. പ്ലസ് ഇവിടെ 15 വന്നു. 15 × 5 75 ആണ്. 75 + 2 77 വന്നു. ഇത് ബ്രാക്കറ്റിൽ തന്നെ കൊടുത്തു. ഇനി നമുക്ക് സെക്കൻഡ് ടേം നോക്കാം. മൈനസ് ഇവിടെ ഡിനോമിനേറ്റർ 3 വരും. 12 × 3 36 36 + 2 38 വന്നു. ഇനി ഇവിടെ നോക്കിയേ ഇവിടെ 7 × 5 35 ആണ്. 35 + 2 37 പ്ലസ് ഇവിടെ 3 വന്നു ഡിനോമിനേറ്റർ. 8 × 3 24 വന്നു. 24 + 1 25 വന്നു. ഇനി ഇവിടെ നോക്കിയേ 83/3 ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്ക്, അതായത് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, കാരണം 15 ആക്കാൻ. അപ്പം 3 3s are 9 വന്നു. 5 3s are 15 വന്നു. 159 + 77 വരും. 6 വന്നു. 1 ഇവിടെ 3 വന്നു. 1 236 വന്നു. 236/15 എന്ന് വന്നു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടേമിൻ്റെ സിംപ്ലിഫൈഡ് ഫോം. 83/3 ഇൻറ്റു ഇത് തമ്മിൽ ആഡ് ചെയ്തു 236/15 വന്നു. ഇതുപോലെ ഇനി സെക്കൻഡ് ടേം കൂടെ നമുക്ക് കണ്ടെത്താം. ഇവിടെ മൈനസ് വന്നു. 38/3 ഉണ്ട്. ഇവിടെ നമ്മൾ എന്താണ് ഇതിനെ 15ലേക്ക് മാറ്റണമെങ്കിൽ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ നോക്കിയാൽ 7 × 3 21 2 വന്നു. 3 × 3 9 9 + 2 11 111 വന്നു. പ്ലസ് 25 × 5 125 ആണ്. 6 3 2. അപ്പോൾ ഇവിടെ ഇൻറ്റു ഈ ബ്രാക്കറ്റിൻ്റെ സ്ഥാനത്ത് ഇൻറ്റു കൊടുത്തു. 236 താഴെ ഡിനോമിനേറ്റർ എന്താണ് 5 × 3 15 5 × 3 15. അപ്പം 15 ആക്കാൻ വേണ്ടിയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പം നമുക്ക് രണ്ട് ടേമും സിംപ്ലിഫൈ ചെയ്തു. ഇനി നോക്കുക, ഇതിനകത്ത് രണ്ടിനകത്തും കോമൺ ആയിട്ട് എന്തുണ്ട്? 236/15 ഇല്ലേ, അത് ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തു. റിമൈനിങ് ഇവിടെ 83/3 ഉണ്ട്, മൈനസ് കൊടുത്തു. ഇവിടെ നിന്ന് 236/15 ആണ് കോമൺ ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 38/3 ഉണ്ട്. 236/15 ഇൻറ്റു ഈ ബ്രാക്കറ്റിന് ഇൻറ്റു കൊടുത്തു. 83-ൽ നിന്ന് 38 മൈനസ് ചെയ്യുക. 13-ൽ നിന്ന് 8 മൈനസ് ചെയ്തു 5 വന്നു. 7-ൽ നിന്ന് 3 മൈനസ് ചെയ്തു 4 വന്നു. ഇവിടെ ഡിനോമിനേറ്റർ 3 ഉണ്ട്. ഇനി ഇവിടെ നോക്കിയേ 15 × 3 അല്ലേ 45. 15ഉം 15ഉം കട്ട് ചെയ്തു. ആൻസർ 236. അപ്പോൾ രണ്ട് മെത്തേഡിലും ചെയ്തു 236 ആണ് ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് ചൂസ് ചെയ്യുക.